ഏവർക്കും നമസ്കാരം. നമ്മളൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ബീഫ് കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അടിപൊളി ബീഫ് കറി. അടിപൊളി ബീഫ് കറിയാണ്. ബീഫ് കറി ഒന്ന് കാണിക്കാട്ടോ ആദ്യം തന്നെ. ഇതാണ് ഒന്ന് ഇളക്കിക്കാൻ ബീഫ് കറി ഞാൻ കാണിച്ചു തരാം. നല്ലത് കുറുക്കം ബീഫ് കറിയാണ്. നമ്മൾ നല്ല സദ്യക്കൊക്കെ പോകുമ്പോൾ കഴിക്കണം, അല്ലെങ്കിൽ നമ്മൾ നല്ല അടിപൊളി ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ കഴിക്കുന്ന ടൈപ്പിലുള്ള ഭയങ്കര ടേസ്റ്റ് ആണ് അല്ലേ. നമുക്ക് പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ള ബീഫ് കറിയാണ്. ചിലരൊക്കെ വിചാരിക്കും, നല്ല കാറ്ററിംഗുകാരൊക്കെ വിളമ്പുമ്പോൾ വിചാരിക്കും ഇതിലൊക്കെ വല്ലതൊക്കെ ചേർത്തതാണോ. നമ്മള് സാധാരണ ആൾക്കാരൊക്കെ വിചാരിക്കും അല്ലേ, വിചാരിക്കും ഇതിന്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ചേർക്കുവാണോ, ഇത്ര നല്ല കുറുക്കൻ ചാറ് കിട്ടാനൊക്കെ വിചാരിക്കും. പക്ഷെ ഒന്നുമില്ല, ചില സിമ്പിൾ പൊടിക്കൈകൾ മാത്രം അല്ലേ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്കും കമന്റും ചെയ്യണം. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യണം. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിനും എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണുന്നതിന് മുമ്പ് നമ്മുടെ ബീഫ് കറി ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് ഫൈനൽ സ്റ്റേജിലേക്ക് ആവുന്നേ ഉള്ളൂ കേട്ടോ. ഒരു 10 മിനിറ്റ് കൂടെ അത് ഇങ്ങനത്തെ ചെറു കനലി കിടന്ന് ഈ ബീഫ് കറി ഒന്ന് സെറ്റ് ആവാനുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ കാണിച്ചതാണ്. എന്തായാലും ഈ ബീഫ് കറി എങ്ങനെയാണ് ഉണ്ടാക്കണേ നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടിട്ട് വരാം അല്ലേ. അപ്പൊ ബീഫ് കറി ഉണ്ടാക്കാനായിട്ട് ഞങ്ങളിത് കുറെ സാധനങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ബീഫ് ഇത് കഴുകി, എന്തോരം ബീഫാണ് ഇത്? 1.5 കിലോ ബീഫ് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ഓട്ടപാത്രത്തിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിത് അതിന് പ്രധാനമായിട്ടുള്ള സാധനങ്ങള് നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി അല്ലേ. മുളക് പൊടി നമ്മൾ ചൂടാക്കി ചൂടുവെള്ളത്തിൽ കുഴച്ച് വെച്ചു. മല്ലിപ്പൊടിയും വേറെ നമ്മള് ചൂടുവെള്ളത്തിൽ കുഴച്ച് വെച്ചു. ഇത് അതായത് ഇത് ഒരു പാത്രത്തിൽ മുളക് പൊടി ഫ്രൈങ് പാൻ്റെ അകത്ത് മുളക് പൊടി മല്ലിപ്പൊടിയും ചൂടാക്കി വെവ്വേറെ ചൂടാക്കി, എന്നിട്ട് അത് രണ്ട് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചിട്ട് അല്ലേ കുഴച്ചങ്ങ് വെച്ചിരിക്കുന്നതാണ് അതല്ലേ. ഇനി അത് അരയ്ക്കുകയും ചെയ്യൂലേ മിക്സിക്കകത്ത് അരയ്ക്കുന്ന അരയ്ക്കാം. അപ്പൊ അതൊക്കെ നമുക്ക് പയ്യെ കാണാം. നമ്മള് കുക്കറിലൊന്നും അല്ല നമ്മൾ ബീഫ് കറി വെക്കുന്നത്, നമ്മളൊരു മംഗലത്തിലാണ് വെക്കാൻ പോകുന്നത്. സാധാരണ നമ്മളിപ്പോ എല്ലാരും കുക്കറിലാണ് ബീഫ് കറിയൊക്കെ വെക്കുന്നത്. ഞാൻ നമ്മള് മംഗലമാണ് വെച്ചേക്കുന്നത്, അടുപ്പ് വെച്ചാണ് വേവിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് അടുപ്പിൽ വെച്ച് വേവിക്കുന്നത് കൊണ്ട് ഒരു കാര്യമുണ്ട്, ഇച്ചിരി താമസം വരും. കുക്കറിലെ പോലെ പെട്ടെന്ന് അങ്ങ് ആവത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലും ഗ്യാസിലോ ഒക്കെ വേണമെങ്കിലും ചെയ്യാം അല്ലെ. നമ്മളൊന്ന് വെക്കുന്നത് അടുപ്പയിലാണ്, വിറക് കത്തിച്ച്. പക്ഷെ വിറക് അടുപ്പിലെ ബീഫ് കറി എന്ന് പറഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് ഒരു ഒന്നര ടേസ്റ്റ് ആണ് അല്ലേ. സ്വല്പം മുളക് പൊടി ഇടുന്നുണ്ട്, ഇപ്പൊ ലേശം ഇടുന്നുള്ളൂ അല്ലേ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നല്ല കാറ്ററിംഗുകാരൊക്കെ വെക്കുന്ന ബീഫ് കറി പോലെ ഇരിക്കും കേട്ടോ. മീൻസ് കാറ്ററിംഗുകാരെ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നല്ല കുറുകൻ ചാറോട് കൂടിയിട്ടുള്ള അങ്ങനത്തെ ബീഫ് കറിയാണ് ഇത്. ഉപ്പ് നമ്മള് കുറച്ച് എത്ര ഉപ്പ് ഇടുന്നത്, ചെറിയ സ്പൂൺ ഉപ്പ് ഇട്ടു. മുളക് പൊടി നമ്മൾ ലേശം ഇട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇതിനകത്ത് വേണ്ടുന്ന ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇത് മൂന്നും മാത്രമാണ് ഇപ്പൊ ഇടുന്നത് അല്ലേ. പിന്നെ ഇതിനകത്ത് ഗരം മസാലയോ മല്ലിപ്പൊടിയോ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അപ്പൊ നമ്മള് മുളക് പൊടി ഇട്ടു, ഉപ്പിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു. നമുക്ക് കൈ കൊണ്ട് തന്നെ ഇതൊന്ന് ഇളക്കാം. അപ്പൊ ഇളക്കി കൂട്ടി എടുത്തിട്ട് ഇനി എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഇത് വേവിക്കും അടുപ്പ് വെച്ചല്ലേ. വേവിക്കുന്നതിന് മുമ്പ് ആദ്യം ഇത് അടുപ്പയിൽ വെച്ച് ഒന്ന് വെള്ളം ഒന്ന് ഇറങ്ങണം ബീഫിൽ. അപ്പൊ അങ്ങനെ ഒന്ന് വെള്ളം ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഗ്യാസിൽ വെക്കണം, അല്ല കുക്കറിൽ വെക്കുന്ന പോലെ അല്ല, അടുപ്പ വെക്കുമ്പോൾ ഇച്ചിരി വെള്ളം കൂടുതൽ വേണ്ടി വരും അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിത് അത്യാവശ്യം വെള്ളം, വേവിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു 3/4 വേവ് വേവിച്ചെടുക്കണം അല്ലെ. ഒരു 3/4 വേവ് വേവിക്കണം. നിങ്ങൾക്ക് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇത് വേവിക്കാൻ നേരത്തെ ഇതിന്റെ ഇട്ട് കൊടുത്തേക്കാം അല്ലേ. അപ്പൊ നമ്മളിത് നല്ല പോലെ കൈ കൊണ്ട് തന്നെ നമ്മൾ പെരട്ടിയിട്ടുണ്ട്. നമ്മൾ ഇച്ചിരി വെള്ളം കൂട്ടി ഒഴിക്കുന്നുണ്ട് ഇതിന്, മൺകലമായതുകൊണ്ടാണ് നമ്മൾ അടുപ്പ് വെക്കണോണ്ട് അല്ലേ. കുക്കറാണ് ഇത്രയും വെള്ളം വേണ്ട, വെള്ളം ഒഴിക്കുകയോ വേണ്ട. കുക്കറിൽ പോത്രച്ചയ്ക്ക് വെള്ളം ഇറങ്ങി വരും. ഇപ്പൊ നമ്മൾ ഇത്രയും വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തീ പിടിപ്പിച്ച് അടുപ്പേ വെക്കാൻ പോവാണ്. അപ്പൊ തീ പിടിപ്പിച്ച് അടുപ്പേ വെച്ചൊരു 3/4 വേവ് അല്ലെ, ഒരു അര വേവിനേക്കാളും കൂടുതലായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് വാങ്ങി വെച്ചിട്ട് ബാക്കി പരിപാടി കാണാം അല്ലെ. അങ്ങനെ നമ്മളുടെ ബീഫ് നമ്മളിത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ. അപ്പൊ ബീഫ് അടുപ്പിൽ ഇരിക്കുകയാണ്, തീ കത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടയ്ക്കുന്നതിന് മുമ്പ് ലേശം കറിവേപ്പിലയും കൂടെ ഇതിന്റെ മുകളിലേക്ക് ഇത് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നമ്മള് ഒരു അടപ്പുപാത്രം വെച്ച് അടപ്പേട്ടി വെച്ചിട്ട് അടച്ചു കൊടുക്കും. അടച്ചിനി ഇവിടെ ഇരുന്ന് ഇത് നമ്മളുടെ തീയിലിരുന്ന് ചെറു തീയിലിരുന്ന് വേവുകയാണ്. അപ്പൊ അങ്ങനെ ഇന്നത്തെ നമ്മുടെ ബീഫ് നമ്മുടെ വിറകടുപ്പിലെ ബീഫാണ്. അപ്പൊ ഇതിനൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് നമ്മളൊന്നും ചേർത്തിട്ടില്ല കണ്ടില്ല. ആകെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടി ഇച്ചിരി ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. ലേശം ഇട്ടിട്ട് നമ്മൾ ഈ ബീഫ് ഇങ്ങ് എന്താണ് വേവിച്ചെടുക്കാൻ പോവാണ്. ഒരു 3/4 വേവ്, 3/4ന്റെ അടുത്ത് വേവിലേക്ക് നമ്മൾ മാറ്റും.
അപ്പൊ പിന്നെ വീണ്ടും നമ്മൾ വേറെ ഇത് വേവിക്കും കേട്ടോ, നല്ല ചീനിച്ചട്ടിക്കകത്തേക്കൊക്കെ ഇട്ടിട്ട് ഉരുളിക്കകത്ത് അല്ലേ, ഉരുളിക്കകത്ത് നമ്മൾ വേറെ രീതിയിൽ ഇത് വേവിക്കും. അപ്പൊ അതുകൊണ്ട് ഇത് വേവട്ടെ ആദ്യമേ. അപ്പൊ നമുക്ക് ഇത് അരച്ചോണ്ട് വരാം. അപ്പൊ നമ്മളിത് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച മല്ലിപ്പൊടിയാണ്, അത് നമ്മളൊന്ന് നന്നായിട്ട് അരച്ചെടുക്കും. അതുപോലെ തന്നെ നമ്മുടെ മുളക് പൊടിയും കൂടി അങ്ങ് അരയ്ക്കാൻ പോവാ അല്ലേ, മല്ലി മുളകും അരച്ചെടുക്കുക. നമ്മുടെ ബീഫ് നമ്മള് ഒരു 1/4 വേവ് വേവിച്ച് ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ബീഫ് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന്റെ അകത്ത് വെള്ളം ഇല്ലല്ലോ നിങ്ങൾ വിചാരിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ അതിന്റെ വെള്ളം ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ബീഫിന്റെ വെള്ളം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ബീഫ് മാത്രം ഇവിടെ ഇങ്ങനെ കലത്തിന്റെ അകത്ത് ഇരിപ്പുണ്ട്. ബീഫിന്റെ കൂടെ നമ്മൾ കഴിക്കുന്ന കപ്പയാണ് കേട്ടോ. കപ്പ കൊത്തി പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ അമ്മ അതെന്താ ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ കടുക് പൊട്ടിക്കാൻ പോവാണ്. ഒപ്പം ആ ബീഫിന്റെ കൂടെ കപ്പ നല്ല കോമ്പിനേഷൻ ആണ്. ചക്കയിടാന്ന് ഞങ്ങൾ ആദ്യം വിചാരിച്ചു, പക്ഷെ പണി കൂടുതലാണ്ട് ചക്ക മാറ്റി കപ്പയാക്കി അല്ലേ. പിന്നെ ഇത് അതിന്റെ അരപ്പാണ് അല്ലേ കപ്പയുടെ. ഇതിലത്തെ എന്തൊക്കെയുണ്ട്? തേങ്ങയും വെളുത്തുള്ളി ജീരകവും കറിവേപ്പിലയും. പക്ഷെ നമ്മൾ ഇച്ചിരി തേങ്ങ ചുരണ്ടേതിരുന്നത് കൊണ്ട് അതങ്ങിട്ടേ ഉള്ളൂ. കുറച്ച് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില അല്ലേ. മുളക് പൊടിയുണ്ടോ? ഇച്ചിരി മുളക് പൊടി ഇട്ടു, ലേശം മുളക് പൊടി. മഞ്ഞപ്പൊടി ഇട്ടാ നമ്മള് കപ്പ വാട്ടിയതാണ്, അതുകൊണ്ട് മഞ്ഞപ്പൊടി ചേർത്തില്ല അല്ലേ. ഓക്കെ, നല്ല അടിപൊളി കപ്പയാട്ടോ. അപ്പൊ ഇതൊന്നുമില്ല, ജസ്റ്റ് കടുക് പൊട്ടിച്ചിട്ട് ഇതങ്ങ് ഇടുന്നു, അത്രേ ഉള്ളൂ. നമ്മളിത് ഇത്രയും ചുമന്നുള്ളി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മളിനി നല്ല നൈസായിട്ട് നന്നായിട്ട് ഇത് അരിഞ്ഞ് ഈ ഒരു ചട്ടിക്കകത്തേക്ക് ഇടാൻ പോവാണ്. ഇത് ഇറച്ചിക്കറിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് അരിയുന്നത്. അങ്ങനെ കടുക് പൊട്ടിച്ചു, കറിവേപ്പില ഇട്ടു. വേറെ എന്തൊക്കെയാ വേണ്ടത്? വേറെ ഒന്നും ഇട്ടില്ല അല്ലേ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ വേറെ ഒന്നും ഇല്ല ഇതിന്റെ അകത്ത് അല്ലേ. അല്ല അരപ്പിട്ടോ? അരപ്പ് അടിയിലുണ്ട് അല്ലേ. ഓക്കെ. നമ്മുടെ കപ്പ അങ്ങനെ അടുപ്പേ നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ ബീഫ് കറി ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു ഉരുളിയിലാണ് കേട്ടോ. ഉരുളി അതോടൊപ്പം തന്നെ വേറെ കുറച്ച് സാധനമുണ്ട്. ഇത് കൊച്ചുള്ളിയാണ് കേട്ടോ. കുറച്ച് കൊച്ചുള്ളി, കുനുകുനാന്നരിഞ്ഞ കൊച്ചുള്ളിയുണ്ട്, കറിവേപ്പിലയുണ്ട്, ഒരു 3-4 പച്ചമുളക് കീറിയതുണ്ട്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. ഇത് ഒരു തക്കാളിക്കുണ്ട്. ഈ തക്കാളിക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്, തൊലി ചെത്തി കളഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞെടുക്കും കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം കല്ലിൽ അരച്ച നമ്മുടെ അരപ്പില്ലേ, മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി അരച്ചത്. ഇത്രയും സാധനം നമ്മൾ സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് നമ്മളിനി ഇതിന്റെ പ്രിപ്പറേഷനിലേക്ക് പോകാൻ പോകുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്തൊരു കാര്യമുണ്ട്, നമുക്ക് ഈ പച്ചമുളക് ഇടുന്നതും അതോടൊപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ അവനവന്റെ ഒരു ടേസ്റ്റിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇപ്പം മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഈ പ്രിപ്പറേഷൻ സ്റ്റൈലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഉരുളിക്കകത്തേക്ക് നമ്മൾ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കടുക് ഇടുവാണ്. അപ്പൊ നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത പച്ചമുളക് ഇടുവാണ്. അപ്പൊ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചും കൂടെ അങ്ങോട്ട് ഇടാം. അതിൻ്റെ കൂടെ പിന്നെ കറിവേപ്പില ഇടാം. അപ്പൊ ഈ വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ മൂട്ടേന്റെ ഒരു മണം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന ചുവന്നുള്ളി ഇതിന്റെ കൂടെ അങ്ങിടാം. അല്ല കുനുകുനാന്നേരം ചുവന്നുള്ളി ആട്ടോ. അപ്പൊ ചുവന്നുള്ളി നന്നായിട്ട് മൂക്കണം. മൂക്കമെന്ന് പറഞ്ഞാൽ കരി വല്ല ഒരു കറുപ്പ് നിറം വരണം. ചുവന്നുള്ളി മൂക്കം ഈ കളറിലെ മാറി നല്ല ബ്രൗൺ ബ്ലാക്ക് കളറിലേക്ക് മാറണം അല്ലേ. അപ്പൊ നമ്മളിതിന്റെ വെള്ളം പറ്റിക്കണമെങ്കിൽ ഒരു ശാകല ഒരു ഫുള്ള് ഉപ്പ് നമ്മളിതിന് അതിലെന്തിനാ പെട്ടെന്ന് മൂക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫ്രൈ ആയി പോകത്തുമില്ല ഉപ്പിടുമ്പോ. നമുക്ക് ഇത് ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ആയി കിട്ടേണ്ടത്. അപ്പൊ അത് നമ്മൾ ഉപ്പിട്ടില്ലെന്നുണ്ടെങ്കിൽ അതൊരുമാതിരി ഫ്രൈ ആയി പോകും അല്ലേ. അങ്ങനെ നമ്മുടെ ഉള്ളി ജസ്റ്റ് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ കൂടെ നമ്മുടെ തക്കാളി അരിഞ്ഞതും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇളക്കാൻ പോവാണ്. തക്കാളി ഉള്ളിയൊക്കെ ജസ്റ്റ് മൂത്തിട്ടുണ്ട്. ഇനി എന്നാ ചേർക്കണം? മുളകും മല്ലിയും കൂടെ അരച്ച് വെച്ചേക്കണം. ഇത് നമ്മൾ മൂപ്പിച്ചരച്ചാണ് കേട്ടോ. അതുകൊണ്ട് വീണ്ടും മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ അകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി അല്ലേ. അപ്പൊ നമ്മൾ കുറച്ച് മസാലയും ഇടുവാണ്. ഗരം മസാല നമ്മൾ പൊടിച്ച മസാലയാണ്, അത് മതി. നന്നായിട്ട് നമ്മൾ ഇളക്കി പയ്യെ അതിന്റെ ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മുടെ പാത്രമൊക്കെ ആ മുളക് അരച്ച പാത്രം കഴുകി ആ വെള്ളവും കൂടെ അങ്ങ് ഒഴിച്ചു കേട്ടോ. അപ്പൊ ഈ ഒരു വെള്ളം ഇങ്ങനെ നമ്മൾ പയ്യെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു ഉള്ളിയും അതോടൊപ്പം തന്നെ നമ്മുടെ മല്ലിയും മുളകും ഒക്കെ ഒരു കുറുകൻ ഒരു രീതിയിലേക്ക് മാറും. കണ്ടില്ല, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അതിന്റെ ഒരു കുഴമ്പൻ പരുവത്തിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നാണെന്നറിയോ,
നമ്മുടെ ആ ഒരു ബീഫിന്റെ സ്റ്റോക്കില്ലേ നമ്മൾ ആ വേവിച്ചെടുത്ത് ആ വെള്ളം ഇനി ലേശം ഒഴിച്ചു കൊടുക്കാൻ പോകണം. ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും കണ്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ, ഇതൊന്ന് കലക്കി കൊടുക്കും. അപ്പോൾ ഇതൊന്ന് തിളച്ചൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമ്മൾ ബാക്കി ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇതൊന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. കണ്ടോ. അപ്പോൾ അത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് ഇതൊന്ന് കുറുകന, ഇത് നോക്കിയാൽ നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു കുറുകൻ പരുവത്തിലേക്ക് മാറി. ഇനി നമ്മൾ എന്താ വെച്ചാൽ ബാക്കി സ്റ്റോക്ക് മൊത്തം നമ്മൾ ബീഫിന്റെ അതിലേക്ക് അങ്ങ് ഒഴിക്കാൻ പോവാണ് കേട്ടോ. എന്നിട്ട് ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയാമോ, ഇനി ഈ ഒരു ഗ്രേവിയിലേക്ക് നമ്മുടെ ബീഫ് നമ്മൾ വേവിച്ച് വെച്ചിട്ടില്ലേ, നമ്മൾ വേവിച്ച് വെച്ചേക്കുന്നത് ഈ ഒരു ബീഫില്ലേ, ഈ 3/4% വേവാക്കി വെച്ചിരുന്ന ഈ ബീഫ് നമ്മൾ ഇതിൻ്റെ അകത്ത് കൊട്ടിയിടാൻ പോവാണ്. ഇനി ഈ ബീഫ് ബാക്കി കിടന്ന് വേവാൻ പോകുന്ന നമ്മളുടെ ഈ ഒരു വിറകടുപ്പിൻ്റെ അകത്ത് ഈ ഒരു ഗ്രേവിക്കകത്ത് കിടന്ന് വേണം നമ്മുടെ ബീഫ് വെന്ത് സെറ്റായി വരാനായിട്ട്. അപ്പം ഇനി നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇത് നമ്മുടെ തീയൊക്കെ നന്നായിട്ട് എരിയുന്നുണ്ട്. ഇനി ഒരു വലിയ തീ വേണ്ട, ഒരു മീഡിയം തീ കൊടുത്താൽ മതി. അതിൻ്റെ അകത്ത് കിടന്ന് നമ്മുടെ ബീഫ് നന്നായിട്ട് ഇനി വെന്ത് സെറ്റാക്കണം. ഉപ്പ് നോക്കണം അല്ലേ മാം? ഇത് നമ്മൾ കുറച്ചിപ്പോൾ ചേർത്തിട്ടുള്ളൂ, വലിയ നമുക്ക് ഇച്ചിരി കൂടെ ചേർക്കണം. അപ്പൊ നമ്മൾ ഈ കറി നമ്മൾ ഇങ്ങനെ കനലേ വെച്ചേക്കും, അതിന് തീയൊന്നും ഇരിക്കത്തില്ല. നമ്മൾ ആ ഉരുളിക്കകത്ത് നമ്മൾ കാണിച്ചു തരാവേ. ഇത്രയും കനലേ ഉള്ളൂ. ആ കനലിൽ ഇങ്ങനെ ഇരിക്കും. ഗ്യാസിലാന്ന് ഇത് പറ്റൂല കേട്ടോ. നമ്മൾ വിറകടുപ്പിൽ തന്നെ ബീഫ് കറി വെക്കണം. ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് ലൈക്കും കമന്റും ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലേ, അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഇതൊക്കെ ചെയ്യണം അല്ലേ. എന്നും ഉണ്ടാക്കുന്ന രീതി ഒന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കുക. എല്ലാവർക്കും വീട്ടിലുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടും അല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് അത്യാവശ്യം ചാറുണ്ട്, പൊറോട്ട തിന്നണോ, ചോറ് തിന്നണോ, ഇന്ന് നമുക്ക് കപ്പയല്ലേ, കപ്പയാട്ടോ. ഞങ്ങൾ പോയി കപ്പയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കപ്പയും ബീഫ് കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം.